ഞങ്ങൾ ചെയ്തൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്രില്ല് വർക്ക് കണ്ടാലോ? അപ്പോൾ ഇതിനുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഈ കിടക്കുന്നത്. ഇതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സൈസ് എന്ന് പറയുന്നത് 1.25 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബും അതിൻ്റെ അകത്ത് 16 mm സ്ക്വയർ ട്യൂബും 19 mm റൗണ്ട് പൈപ്പുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ മെഷർമെൻറ്റെല്ലാം എടുത്തിട്ട് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 304 ഗ്രേഡുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി കട്ട് ചെയ്ത് നല്ല കറക്റ്റ് ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം. അപ്പോൾ നമുക്ക് ഈ വെൽഡ് ചെയ്യുന്ന കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഡിഗ്രിയൊക്കെ കറക്റ്റായിട്ട് വരച്ച് അത് കട്ട് ചെയ്യണം. ഹാൻഡ് ഗ്രൈൻഡറാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഹാൻഡ് ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത്. 14 ഇഞ്ചിൻ്റെ കട്ട് ഓഫ് മെഷീനിൽ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ചെറിയതായിട്ട് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടത്തില്ല, ആ ഡിഗ്രി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഹാൻഡ് ഗ്രൈൻഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിം വർക്കിൻ്റെ പൈപ്പെല്ലാം കട്ട് ചെയ്ത് എൻ്റെ ഫ്രെയിം വർക്ക് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ടിങ്ങനെ എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ ആർക്ക് വെൽഡിംഗ് ആണ് സെറ്റിംഗ് എല്ലാം ചെയ്യുന്നത്. ഫിനിഷിങ് വെൽഡിങ് മാത്രമേ ഉള്ളൂ, ടിഗ് വെൽഡിങ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതായാലും കുറച്ചുകൂടി എളുപ്പം അതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടിങ്ങനെ ഫ്രെയിം വർക്കെല്ലാം ചെയ്ത് ഇച്ചിരി വലിയൊരു സൈസാണ്. ഏകദേശം ഒരു 10 അടി നീളം, 8 അടി ഹൈറ്റ്, അതാണ് സൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം വെൽഡ് ചെയ്തിട്ട് ഡയഗണലിലൊന്ന് ചെയ്യിക്കണം. ഡയഗണൽ എപ്പോഴും ഒന്ന് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഗ്രില്ല് വർക്ക് എല്ലാം പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് ഡയഗണൽ എപ്പോഴും കറക്റ്റാക്കി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫ്രെയിം വർക്ക് എല്ലാം തീർന്നു. ഇനി അതിൻ്റെ അകത്തുള്ള പൈപ്പ് കട്ട് ചെയ്യണം. അതിന് യൂസ് ചെയ്തത് 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ് അതിൻ്റെ ഇതിരിക്കുന്നത്. ഇത് ഇടയ്ക്ക് വരുന്ന സപ്പോർട്ടാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരുന്ന സപ്പോർട്ടാണ്. അതെടുത്ത് എല്ലാം ഒരേ അളവാണ്. അങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ലൈൻ പോകുന്നു, അതിൻ്റെ ഇടയ്ക്ക് ബോളുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതേണ്ട അതിൻ്റെ പൈപ്പ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം വേസ്റ്റേജ് ഒഴിവാക്കിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിന് നമുക്ക് ഇതിൻ്റെ ബാലൻസ്, ഒരു പൈപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ബാലൻസ് ഉപയോഗിച്ച് ഡോറിനകത്ത് സെറ്റ് ചെയ്യണം. അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. then ഇങ്ങനെ പൈപ്പിനകത്ത് ഇങ്ങനെ ബോൾ കയറ്റിയിട്ട് എല്ലാം അടിപൊളിയാക്കി. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. then ഇങ്ങനെ സെറ്റ് ചെയ്ത്, അപ്പം ഈ ബോളിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു 3/4 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പ് വെർട്ടിക്കൽ കൊടുക്കും. അത് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. ഇത് ഞങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്ത ഒരു വർക്കാണ് കേട്ടോ. വലിയ ആഡംബരമായിട്ടുള്ള ഡിസൈനും ഇല്ല, എങ്കിൽ കാണാൻ ഭംഗിയുണ്ട്, സേഫ്റ്റിയുണ്ട്. അങ്ങനെ ഒരു ഡിസൈനാണ് ഈ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയിട്ടുള്ള ഒരു ഡിസൈനും കൂടെയാണ് കേട്ടോ ഇത്. എനിക്കിങ്ങനെ ബോളെല്ലാം നല്ലതായിട്ട് മൂവ്മെൻറ്റ് വരത്തക്ക വിധത്തിൽ ഇട്ടിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ പൈപ്പ് കൊടുക്കും. ഇങ്ങനെ ഇത് 3/4 ഇഞ്ചിൻ്റെ റൗണ്ടാണ് കേട്ടോ. ഇങ്ങനെ 3/4 ഇഞ്ചിൻ്റെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ബോൾ വരുന്നത്. ബോൾ വന്ന് അത് ഭംഗിയായിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നല്ല സെറ്റപ്പാണ്. ഇത് കാണാൻ തന്നെ ഭംഗിയാണ് കേട്ടോ. സേഫ്റ്റിക്ക് ഒട്ടും കുറവില്ല. ഈ സെറ്റിങ്ങെല്ലാം ആർക്ക് വെൽഡിങ്, സാധാ ആർക്ക് വെൽഡിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് ചെറിയ സ്പോട്ട് കൊടുത്താൽ മതി, വേഗത്തിൽ വർക്ക് തീർക്കാൻ പറ്റും. പിന്നീട് നമുക്ക് ഫൈനൽ ഫിനിഷ് ചെയ്യുന്നത് ടിഗ് വെൽഡിങ്ങിന് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് സപ്പോർട്ടൊക്കെ വെച്ച് ഒന്ന് ലെവൽ നോക്കിയിട്ട് ആ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്ന പൈപ്പില്ലേ 3/4 ഇഞ്ചിൻ്റെ, ആ പൈപ്പ് ഒരു ലെവലായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ സ്ക്വയർ ട്യൂബ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ പൈപ്പ് ഇങ്ങനെ ലെവൽ ചെയ്തിട്ട്, അപ്പോൾ വെൽഡിങ് എല്ലാം ആ താഴത്തേൻ്റെ കഴിഞ്ഞു. ഇനിയുള്ള ഡോറാണ്. ഡോറിൻ്റെ ഔട്ടർ ഫ്രെയിം കൊടുത്തിട്ട് അതിൻ്റെ അകത്താണ് ഞങ്ങൾ ഡോർ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇത് വന്നിട്ട് മണ്ടയ്ക്ക് ഡോറിൻ്റെ ടോപ്പിൽ ഒരു ബോർഡർ വർക്കുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഇതിൻ്റെ ഈ ചെറിയ സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഡോറിൻ്റെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഡബിൾ പാളിയായിട്ട് 2 ഇടത്തോട്ടും വലത്തോട്ടും തുറക്കത്തക്ക വിധത്തിലാണ് ഡോറിൻ്റെ സെറ്റിംഗ് വരുന്നത്. ഫൈനൽ വെൽഡിംഗ് ആണ് ചെയ്യുന്നത്, ടിഗ് വെൽഡിങ്. എപ്പോഴും ടിഗ് വെൽഡിങ് ആയിരുന്നു നല്ലത് കേട്ടോ. കുറച്ച് നമുക്ക് വെൽഡ് ചെയ്യുമ്പോൾ ഒത്തിരി മെറ്റൽ കൊടുക്കാതെ അതിൻ്റെ ടോപ്പിൽ മാത്രം, കാരണം കുറച്ച് വെൽഡ് ചെയ്യും. അപ്പോൾ പോളിഷിങ് എളുപ്പമായിരിക്കും. മറ്റേ സാധാ വെൽഡിങ്ങിനെക്കാട്ടിലും സ്ട്രോങ്ങും ആയിരിക്കും കേട്ടോ ഈ ടിഗ് വെൽഡിങ്. വേഗത്തിൽ ചെയ്ത് മാറാവുന്ന ഒരു വെൽഡിങ്ങാണ് ടിഗ് വെൽഡിങ്. ഫ്ലെക്സിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. മറ്റേ സാധാ ആർക്ക് വെൽഡ് ചെയ്യുമ്പം ഫ്ലെക്സ് പൊട്ടിത്തെറിക്കും. അത് ഒരുപാട് ഡേഞ്ചറാണ്. അതുകൊണ്ട് ഇനി പോളിഷിംഗ് ആണ്. പോളിഷിങ് കഴിഞ്ഞിട്ട് നേരെ സൈറ്റിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം. ഇത് ചെയ്തത് ഒരു 2 ദിവസത്തെ വർക്കായിരുന്നു ഈ ഇതിൻ്റെ ഗ്രില്ല് വർക്ക്. പോളിഷിംഗ് ഉൾപ്പെടെ നമുക്ക് ഒരു 3 ദിവസം എടുത്തു. ഇത്രയേ ഉള്ളൂ. എല്ലാം കംപ്ലീറ്റ് ഫിനിഷ് ആയതിനു ശേഷമാണ് സൈറ്റിൽ കൊണ്ടുപോകുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് പോളിഷിംഗ് ആണ് കേട്ടോ. അതിന് സമയമെടുക്കും.
വെൽഡിങ്ങിനെക്കാട്ടിലും സെറ്റിങ്ങിനെക്കാട്ടിലും ഒരുപാട് സമയം എടുക്കുന്ന ഒരു രീതിയാണ് പോളിഷിങ്. അത് ഇപ്പം നമുക്ക് ഫ്ലാപ്പ് ഡിസ്ക് ഇടണം, പിന്നെ മാറ്റ് വീൽ എന്ന് പറയുന്ന ഒരു സ്പോഞ്ച് കൂട്ടൊരു വീലുണ്ട്, അതിട്ട് പോളിഷ് ചെയ്തതിന് ശേഷമാണ് ക്ലോത്ത് വീലിട്ട്. അതിൻ്റെ മെറ്റീരിയൽ എല്ലാം എടുത്ത് സൈറ്റിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ ഹാൻഡ്രലുണ്ട്, ആദ്യം ആ ഹാൻഡ്രൽ റിമൂവ് ആക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ പിന്നടിച്ച് ഈ പിന്നേലാണ് ഞങ്ങൾ ഗ്രില്ല് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റാതായിപ്പോയി. ഇതുണ്ട്, ഞങ്ങൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, തീർന്ന് കേട്ടോ. രാത്രിയായി ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഉച്ചയോടെയാണ് വന്നത്. അപ്പം എൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് കൊച്ചി പണിയുണ്ടായിരുന്നു. ഇതാണ്ട് അതെല്ലാം തീർത്ത് പോളിഷിങ് എല്ലാം കഴിഞ്ഞ് ഫൈനൽ ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് എല്ലാം 304 ഗ്രേഡുള്ള മെറ്റീരിയലാണ്. നമുക്ക് മാക്സിമം ഗ്രില്ല് വർക്ക് ചെയ്യുവാണെങ്കിലും ഔട്ടർ എന്ത് വർക്ക് ചെയ്താലും നമുക്ക് 304 ഗ്രേഡ് യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ വർക്ക് കംപ്ലീറ്റ് ആയി. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.